നമസ്കാരം, സ്വാഗതം ഔട്ട് ഓഫ് ഫോക്കസിലേക്ക്. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ച മലയാളി ലോറി ഡ്രൈവർ അർജുൻ്റെ മൃതദേഹം സംസ്കരിച്ചിരിക്കുന്നു. ഇന്ന് പുലർച്ചെയാണ് നാട്ടിലേക്ക് മൃതദേഹം എത്തിക്കാൻ കഴിഞ്ഞത്. 72 ദിവസം നീണ്ടുനിന്നു അദ്ദേഹത്തിൻ്റെ മൃതദേഹവും വാഹനവും കണ്ടെത്താനുള്ള തെരച്ചിൽ. ഒരുപാട് മനുഷ്യരുടെ പ്രയത്നം അതിന് പിന്നിലുണ്ട്. ഒരുപാട് പേരുടെ ഇച്ഛാശക്തി ആ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരുപാട് മനുഷ്യരെ കൂട്ടിച്ചേർക്കുന്നതിൽ അർജുനൊരു കാരണമായി. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. ഇന്ന് അവിടെ പോയിരുന്നല്ലോ, ഒരു വൈകാരികമായൊരു അന്തരീക്ഷമായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെയും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞു, മനാഫ് തൊട്ട് ഒരുപാട് മനുഷ്യർ, ഇപ്പോൾ കാർവാർ MLA ഒക്കെ മൃതദേഹത്തെ അനുഗമിച്ച് വന്നിരുന്നു. അപ്പോൾ മനുഷ്യരാവുക, ഒരുമിക്കുക, ഐക്യപ്പെടുക എന്ന അപൂർവം ചില സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെ ഒരു സന്ദർഭമായിരുന്നു ഇതല്ലേ? ഉറപ്പായിട്ടും രേഷ്മ, നമ്മൾ കേരളത്തിലെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അപകടങ്ങൾ ഉണ്ടാവുക, ആളുകളെ നഷ്ടപ്പെടുക, കിട്ടാതിരിക്കുക, അകാലത്തിൽ ആളുകൾ നമ്മളെ വേർപിരിഞ്ഞ് പോവുക എന്നതുപോലെയുള്ള ഒരുപാട് ഇൻസിഡൻസ് നമ്മൾ കാണുന്നുണ്ട്. സങ്കടകരമായ ഒന്നാണ്. അർജുൻ്റേതും ഒരർത്ഥത്തിൽ അങ്ങനെ ഒന്നാണ്. വയനാട്ടിൽ നമ്മൾ എത്രയോ പേരുടെ മരണം കണ്ടു. ഇനിയും കണ്ടെടുക്കാത്ത ഒരുപാട് സഹോദരങ്ങളുടെ മൃതദേഹങ്ങൾ മണ്ണിനടിയിലാണ്. നമുക്കൊരു തീർപ്പില്ല ഒന്നിനെക്കുറിച്ചും. ആ കൂട്ടത്തിൽ വേണമെങ്കിൽ എഴുതി ചേർക്കാവുന്ന ഒന്നാണ്. പക്ഷേ അതോടൊപ്പം അർജുൻ്റെ കാര്യം സവിശേഷമായി പറയേണ്ടി വരുന്നത്, ഇന്ന് രാവിലെ ഇപ്പം ഞാൻ അവിടെ വിലാപയാത്രയ്ക്കൊപ്പം സഞ്ചരിക്കുമ്പോൾ ഷാഫി പറമ്പിലിനോട് സംസാരിക്കുകയായിരുന്നു MP. ഇപ്പോൾ ഷാഫി പറമ്പിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അർജുനെ നമുക്ക് ജീവനോടെ വീണ്ടെടുക്കാൻ കഴിഞ്ഞില്ല. അയാളുടെ മൃതദേഹം പോലും പൂർണ്ണ സ്വഭാവത്തിൽ കണ്ടെടുക്കാൻ നമുക്ക് പറ്റിയില്ല. ആ നിലയ്ക്ക് ഇതിൻ്റെ നിരാശാജനകമായ ഒരു അന്ത്യമാണ് ഈ തെരച്ചിലിന്. പക്ഷേ അർജുൻ മുന്നോട്ട് വയ്ക്കുന്ന, അർജുൻ മടങ്ങിപ്പോകുമ്പോൾ അയാൾ കേരളത്തിൽ ഉയർത്തി വെക്കുന്ന വലിയൊരു മാനവികതയുടെ സന്ദേശമുണ്ട്. കാരണം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സഹോദരനെ തേടിയിറങ്ങാൻ, എല്ലാം മാറ്റിവെച്ച് തേടിയിറങ്ങാൻ വരുന്ന ഒരു വലിയ സമൂഹം ഉൾക്കൊള്ളുന്നതാണ് കേരളമെന്ന പ്രത്യാശാനിർഭരമായ ഒരു സംഗതിയുണ്ട്. അതാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് ഷാഫി പറയുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നമ്മളെ പല അർത്ഥത്തിൽ ചെതറിക്കാൻ നോക്കൂ. ഈ ഇൻസിഡൻറ്റ് ഉണ്ടായതിനു ശേഷം ഈ ഇൻസിഡൻറ്റിനെ മുൻനിർത്തി, ഈ ലോറി ഉടമയെ മുൻനിർത്തി, അയാളുടെ മതത്തെ മുൻനിർത്തി പോലും നമ്മുടെ ഐക്യത്തെയും നമ്മുടെ സ്നേഹത്തെയും സൗഹാർദ്ദത്തെയും ഹാർമണിയും ഒക്കെ ചെതറിക്കാൻ വലിയ ആസൂത്രിതമായ പണി നടക്കുമ്പോൾ അതിനെ മുഴുവൻ മറികടന്നുകൊണ്ട് നമ്മളൊരു കാല് വെച്ചു, വലിയൊരു ലീപ്പ് വെച്ചു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമായി എനിക്ക് തോന്നുന്നത്. ഈ 72 ദിവസവും മലയാളികൾ ഇയാൾ തിരിച്ചു വരുന്നതിന് വേണ്ടി കാത്തിരുന്നു. പലരും എഴുതി കണ്ടതുപോലെ കാണാതായ ഒരു മനുഷ്യൻ, ഒരാൾ തിരിച്ചു വരാൻ വേണ്ടി മലയാളികൾ ഇത്രയധികം ആഗ്രഹിച്ച ഒരു എപ്പിസോഡ് ഈ സമീപകാലത്ത് ഉണ്ടാവില്ല. അങ്ങനെ എല്ലാ വിഭാഗം ആളുകളും അതിനുവേണ്ടി കാത്തിരുന്നു, പ്രാർത്ഥിച്ചു, അതിനുവേണ്ടി സമ്മർദ്ദം ചെലുത്തി, അതിനുവേണ്ടി സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ നടത്തി, ആക്ഷൻ കമ്മിറ്റികളിൽ പ്രവർത്തിച്ചു. എല്ലാ കൈൻഡ് ഓഫ് ആളുകളുടെയും പങ്കാളിത്തം അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ അത് എന്താണ്, സാമൂഹികമായ ഒരു ഐക്യം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മൾ മനുഷ്യർ എന്ന് പറഞ്ഞാൽ വളരെ ദുർബലരായ ജീവികളാണ്. ഏത് സമയത്തും നമുക്ക് കാല് തെറ്റിപ്പോകാം, എപ്പോൾ വേണമെങ്കിലും നമ്മൾ വീണു പോകാം, മുങ്ങിപ്പോകാം, പെട്ടുപോകാം. അവിടെ ചേർന്ന് നിൽക്കുക എന്നത് വളരെ പ്രധാനമാണ്. നമുക്ക് നമ്മുടെ മതം, നമ്മുടെ രാഷ്ട്രീയ പാർട്ടി, നമ്മുടെ സംഘടന, നമ്മുടെ അയൽപ്പക്കക്കാർ മാത്രമായി അതിജീവിക്കുക എന്നത് അസാധ്യമാണെന്നും മുഴുവൻ മനുഷ്യരുടെയും കൂടി സംഘാടനം കൊണ്ടാണ് നമുക്ക് അതിജീവനവും മുന്നോട്ട് പോക്കും വിജയവും എല്ലാം സാധ്യമാവുമെന്നുള്ള വലിയൊരു മെസ്സേജ് തീർച്ചയായിട്ടും അർജുൻ്റെ ഈ ഇൻസിഡൻറ്റ് മലയാളിക്ക് മുമ്പിലേക്ക് വെക്കുന്നുണ്ട്. അതിനകത്ത് മലയാളി അതിനെല്ലാം മറികടന്നു. അപ്പോൾ അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ആ ലോറി ഉടമയായ മനാഫിൻ്റെ കാര്യമാണ്. കഴിഞ്ഞ ദിവസം കൂടി നമ്മൾ സംസാരിച്ചു. മനാഫ് പറയുന്ന ഒരു വാചകം, ആ ലോറി ഉയർത്തി കഴിഞ്ഞപ്പം ക്യാബിനകത്ത് ബോഡി ഉണ്ടെങ്കിൽ ബോഡി എടുത്തിട്ട് നീ ലോറി താഴ്ത്തിക്കോളൂ, എനിക്ക് വേണ്ട എന്നാണ്. അപ്പോൾ അയാൾ അതിന് ശേഷം അയാൾ അനുഭവിച്ചിട്ടുള്ള ഒരു ഹെയ്റ്റ്, ഒരു അറ്റാക്കിൻ്റെ കഥ പറയുന്നുണ്ട്. ഇയാൾ ജിഹാദിയാണ് എന്ന് പറയുന്ന ആൾ, ഇയാൾ കള്ളക്കടത്തുകാരനാണെന്ന് പറഞ്ഞ ആൾ, ചന്ദനം ഇയാളുടെ വണ്ടിക്കകത്ത് ഒളിപ്പിച്ചിട്ടുണ്ട്, വണ്ടിയുടെ ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടിയുള്ള കേവലമായ സാമ്പത്തിക താല്പര്യമാണ് പോലെയുള്ള സംഗതികൾ വെച്ച് നിരന്തരമായി ആക്രമിക്കപ്പെട്ടു. പക്ഷെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, 72 ദിവസത്തെ കാത്തിരിപ്പെന്ന് പറയുമ്പോൾ ഒരു 10-30 ദിവസമോ കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും യൂസ്ഡ് ആയി, എല്ലാവരും അഡാപ്റ്റഡ് ആയി. എന്ന് വെച്ചാൽ എന്താണ് സംഭവിച്ചു കഴിഞ്ഞു, അർജുനെ നഷ്ടപ്പെട്ടു, ഇനി വീണ്ടെടുക്കുക സാധ്യമല്ല, വലിയൊരു അപകടമാണ് ഉണ്ടായത്. ആ നിലയ്ക്ക് എല്ലാവരും ഒരർത്ഥത്തിൽ അതിൽ നിന്ന് വിഡ്രോ ചെയ്തിരുന്നു. പക്ഷേ 72ാമത്തെ ദിവസം വീണ്ടെടുത്തു എന്ന് പറയുമ്പോൾ നമ്മളാരും കാണാതെ അതിനുവേണ്ടി പ്രയത്നിച്ച മനുഷ്യരെ ഓർക്കണമല്ലോ. അതിൽ 2 പ്രധാനപ്പെട്ട പേരുകളാണ്. ഒന്ന് മനാഫിൻ്റെയും ഒന്ന് കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിലിൻ്റെയും. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, എന്നെ സംബന്ധിച്ച് ആശ്വാസമൊന്നുമില്ല ഇതിൽ, അല്ല സന്തോഷമൊന്നുമില്ല, ആശ്വാസം മാത്രമേ ഉള്ളൂ. മോക്ഷം കിട്ടാൻ വേണ്ടിയുള്ള അവരുടെ പ്രാർത്ഥനയ്ക്ക് അവസാനത്തെ എന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ പറ്റില്ല എന്നുള്ള ആശ്വാസം മാത്രമേ ഉള്ളൂ. പക്ഷെ അത് ഞാൻ അവരോട് പ്രോമിസ് ചെയ്തതാണ്, എനിക്ക് സാധ്യമാക്കാൻ പറ്റി എന്ന് അയാൾ പറയുന്നു. അതുപോലെ ഒന്നാണ് മനാഫും, വീട്ടുകാർക്ക് തിരിച്ചു കൊടുക്കാം എന്ന് പ്രതിജ്ഞ എടുത്ത ആൾ. അപ്പോൾ ഒന്ന് സതീഷ് കൃഷ്ണയും ഒന്ന് മനാഫും, ഈ 2 പേരും കൂടിയാണ് പ്രതിജ്ഞ എടുക്കുന്നത് ആർക്ക്, വീട്ടുകാർക്ക് അർജുനെ തിരിച്ചു കൊടുക്കും എന്നുള്ളത്. അതുകൊണ്ട് കേരളം അതിൻ്റെ ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ
ക്രൈസിസുകളിലൊന്നാണ് മനുഷ്യരെ തമ്മിലടുപ്പിക്കാൻ വളരെ ആസൂത്രിതമായി ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘം ആളുകൾ. അതിന് എല്ലാ വിധത്തിലുള്ള സഹായവും കിട്ടുന്ന കാലമാണ്. ഹെയ്റ്റ് മോങ്കേഴ്സിനെതിരായിട്ടുള്ള നടപടികൾ പോലും ഇല്ലാത്ത വിധം നമ്മൾ ആ നിലയ്ക്ക് ഹതഭാഗ്യരായ ജനതയാണ് അവിടെ. പക്ഷേ മനുഷ്യർ, എല്ലാ അധികാര സംവിധാനങ്ങളും നമ്മളെ ചിതറിക്കാൻ നോക്കുമ്പോൾ മനുഷ്യർ അവരുടെ മാനവിക ബോധം കൊണ്ട് ചേർന്ന് നിൽക്കുകയും ഒരുമിച്ച് നിൽക്കുകയും ചെയ്യുന്നു. വീണ്ടും അതിനെ ഏറ്റവും ക്ലാസിക് എക്സാമ്പിൾ എന്ന് വിളിക്കാൻ കഴിയുന്ന വയനാടാണ് കേട്ടോ. വയനാട് നമ്മൾ മറന്നു പോകാൻ പാടില്ല. വയനാട്ടിലേക്ക് ഒഴുകിയെത്തിയ മനുഷ്യർ, അവരെ നമുക്ക് ഒരിക്കലും അവഗണിച്ചു പോകാൻ കഴിയുന്ന ഒന്നല്ല. പക്ഷേ കേരളം ആവർത്തിച്ച് വയനാട്ടിലായാലും ഷിരൂരിലായാലും കേരളം ആവർത്തിച്ച് വലിയൊരു മാതൃക മുന്നോട്ട് വെക്കുന്നു. ഒരു കാര്യം കൂടി ഉള്ളത്, ഇത് കേരളത്തിൻ്റെ മാത്രം ഐക്യത്തിൻ്റെ കഥയല്ല. കേരളത്തിൽ തന്നെ ഒന്നും ചെയ്യാൻ കഴിയുമായിരുന്ന ഒന്നല്ല, ഇത് കർണാടകയിൽ സംഭവിച്ച കാര്യമാണ്. കർണാടക ഗവൺമെൻറ് വേണേൽ ഒഴിവാക്കാമായിരുന്നു. പ്രത്യേകിച്ച് വയനാട്ടിലെ ദുരന്തം കഴിഞ്ഞു. അപ്പോൾ വയനാട്ടിൽ ഇതിനേക്കാൾ വലിയൊരു ഇൻസിഡൻറ്റ് ഉണ്ടായി, ഇനിയിപ്പോൾ ഇതിൻ്റെ പുറകെ ആളുകൾ വരുന്നില്ല എന്നൊക്കെ വിചാരിച്ച് അവർക്ക് ഒഴിവാക്കായിരുന്നു. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ വികാരത്തെയും നമ്മുടെ സമ്മർദ്ദത്തെയും മാനിക്കുകയും അതിനുവേണ്ടി അവസാനം വരെ തിരയാൻ തീരുമാനിക്കുകയും ചെയ്ത അവിടുത്തെ സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷനെ നിശ്ചയമായിട്ട് നമ്മൾ റെസ്പെക്ട് ചെയ്യണം. ഇന്നിപ്പം വനം മന്ത്രി കെ ശശീന്ദ്രൻ ഞാൻ രാവിലെ സംസാരിക്കുമ്പോൾ അദ്ദേഹം നമ്മളോട് പറഞ്ഞത് ഇത് മലയാളികളുടെ ഐക്യത്തിൻ്റെ കഥയല്ല, മലയാളികളും കന്നഡിഗരും ഒരുമിച്ച ഐക്യത്തിൻ്റെ കഥയാണ്. അതുകൊണ്ട് ഇത് എല്ലാ കൈൻഡ് ഓഫ് മനുഷ്യരുടെയും ഒരുമിക്കലിൻ്റെ സ്നേഹത്തിൻ്റെ കഥയാണ്. അതുകൊണ്ട് അർജുൻ ബാക്കിയാക്കുന്നത് നമ്മൾ കൈവിട്ട് കളയാൻ പാടില്ലാത്ത നമ്മുടെ ഐക്യത്തിൻ്റെ പ്രാധാന്യത്തിൻ്റെ സന്ദേശമാണ്. അത് ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് കഴിയട്ടെ എന്നാണ് എനിക്ക് ഇപ്പം പറയാൻ തോന്നുന്ന കാര്യം. സാർ, ഈ തുടക്കഘട്ടത്തിൽ ഈ വലിയ പ്രഷർ ഉണ്ടായിരുന്നു കർണാടക സർക്കാർ ഇതിനുമേൽ. മാധ്യമങ്ങളിൽ തുടർച്ചയായ മണിക്കൂറുകൾ നിർത്താതെ വാർത്തകൾ കൊടുക്കുന്നു. അപ്പോൾ അവിടെ നിന്ന് ഉയരുന്ന ഒരു ചോദ്യമായിരുന്നു, ഈ മരിച്ച ആൾ VIP ആണോ എന്നുള്ളൊരു ചോദ്യം നമ്മൾ കേട്ടിരുന്നു. അപ്പോൾ ആ നിലയ്ക്കാണ് നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്തത്. അതിനുശേഷം 72 ദിവസം എന്ന് പറയുന്നത് ദുർഘടമായ ഒരുപാട് സന്ദർഭങ്ങൾ, അതായത് പ്രകൃതിയുടെ അനുകൂലമല്ലാത്തൊരു സാഹചര്യം പല ഘട്ടങ്ങളിലും, എന്ന് വെച്ചാൽ ദുർഘടമെന്ന് പറഞ്ഞാൽ അത്രയും സങ്കീർണമായ സാഹചര്യങ്ങൾ കൂടെ കടന്നുപോയിട്ടുണ്ട്. ഈ ഡ്രഡ്ജർ എത്തിക്കുന്നതിന് വേണ്ടിയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമൊക്കെ കഷ്ടപ്പെടുമ്പോൾ ഈ കാണുന്ന മനുഷ്യരൊക്കെ അർജുനെ നേരിട്ട് അറിയാവുന്നവരോ കണ്ടിട്ടോ ആ നാടുമായി പരിചയമുള്ള ആളുകളൊന്നുമല്ല. അർജുനുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരുപാട് മനുഷ്യർ അവരുടെ കുടുംബത്തിന് വേണ്ടി, അർജുന് വേണ്ടി അവരെത്താൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആ കുടുംബത്തിന് വേണ്ട സഹായഹസ്തങ്ങൾക്കായി മുന്നിട്ടിറങ്ങുന്നു. അങ്ങനെ ഈ ഒരുമിക്കലിൻ്റെ ഒരു കുറേയധികം റാവു പറഞ്ഞതുപോലെ നല്ല പാഠങ്ങൾ കൂടി ഈ സംഭവം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ ഒരു സന്ദർഭത്തിൽ നിന്നൊക്കെ നമ്മൾ എന്തെല്ലാം പാഠങ്ങളാണ് ഈ ഐക്യത്തിന് വേണ്ടി നമ്മൾ ഉൾക്കൊള്ളേണ്ടത്? രേഷ്മ, ഒരാളുടെ മരണം വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ അർജുൻ്റെ മരണം നിശ്ചയമായും വേദന ഉണ്ടാക്കുന്നതിനാണ്. അതോടൊപ്പം തന്നെ ഒരുപാട് മനോഹരമായിട്ടുള്ള പാഠങ്ങൾ നമുക്ക് തന്നു എന്നുള്ളതാണ് ആ മരണത്തിൻ്റെ ഒരു സന്ദേശം എന്ന് പറയുന്നത്. അതിൽ രേഷ്മ ഒരു VIP ആണോ എന്ന് ചോദിച്ചു പറഞ്ഞാൽ, ആക്ച്വലി VIP എന്ന് പറഞ്ഞാൽ എന്താണ്? വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ. എവറി വൺ ഈസ് VIP ഇൻ ദാറ്റ് സെൻസ്, അല്ലേ? എല്ലാ മനുഷ്യരും ഇമ്പോർട്ടൻ്റ് ആണ്. അതാണല്ലോ അതിലൂടെ വന്നിരിക്കുന്നത്. അപ്പോൾ അത് ആ ഒരു ആശയത്തെ നമ്മൾ ഉറപ്പിച്ചു എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാവരും വിചാരിച്ചിരുന്നു വയനാട് വന്നു കഴിഞ്ഞു, ഇനിയിപ്പം ഷിരൂർ മറക്കും എന്നുള്ളതാണ്, അവിടെ ഒന്നും ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചത്. അർജുൻ ഓർമ്മയുടെ മറവിയുടെ ആഴങ്ങളിലേക്ക് പോകും. പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചത്. അങ്ങനെ സംഭവിക്കാതിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണക്കാരൻ മനാഫ് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു നിശ്ചയദാർഢ്യം അതിലുണ്ടായിരുന്നു. അപ്പോൾ അതിൽ മനുഷ്യസാധ്യമായി ചെയ്യാൻ പറ്റുന്നത് എന്താണ് എന്നതിനെക്കുറിച്ച് നിരന്തരമായി അന്വേഷിക്കുകയും അതിനുവേണ്ടി സമ്മർദ്ദം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അതിൽ ഞാൻ മുമ്പ് ഈ വയനാടുമായി ബന്ധപ്പെട്ട് ചർച്ച പറഞ്ഞത്, ശരിക്കും നമ്മൾ യുക്തി ഉപയോഗിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ഭയങ്കര അയുക്തികമായിട്ടുള്ളൊരു കാര്യമാണ്. അത് പറഞ്ഞതിൻ്റെ പേരിൽ യുക്തിവാദികൾ എനിക്കെതിരെ ചീത്ത പറഞ്ഞ് നടക്കുന്നുണ്ട്. ഒരു മണ്ണിൽ പുതഞ്ഞു പോയ ഒരു ശരീരം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ലക്ഷങ്ങൾ ചെലവഴിച്ച് മണ്ണിൽ നിന്ന് പുറത്തെടുത്ത് അതിനെ പരിചരിച്ച് വീണ്ടും മണ്ണിലേക്കോ അഗ്നിയിലേക്കോ കൊടുക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് യുക്തി കൊണ്ട് പറഞ്ഞു തീർക്കാവുന്ന ഒരു കാര്യമല്ല. ആ മനുഷ്യ ജീവിതം, മനുഷ്യൻ അല്ലെ മനുഷ്യ സ്വത്വം എന്ന് പറയുന്നത് വേറൊരു സംഗതിയാണ്. അപ്പോൾ നമുക്ക് അവസാനം അർജുൻ്റെ ശരീരഭാഗങ്ങളാണ് ലഭിക്കുന്നത്. അതിന് ഉപചാരപൂർവം അന്തിമാഭിവാദ്യം, ശരിയായ അർത്ഥത്തിലുള്ളൊരു ഫൈനൽ സല്യൂട്ട് വിത്ത് ഓൾ റെസ്പെക്റ്റ് കൊടുക്കാൻ വേണ്ടി നമ്മൾ എന്തോരം അധ്വാനമാണ്, എന്തോരം ദിവസങ്ങളാണ്, എന്തോരം ഇൻവെസ്റ്റ്മെൻറ്റാണ് നടത്തിയിരിക്കുന്നത്. അത് ഈ പറയുന്ന മനുഷ്യൻ എന്ന് പറയുന്ന സവിശേഷമായ ജീവിസ്വത്വത്തിൻ്റെ മാത്രം കാര്യമാണ്. അത് ലോജിക്ക് വെച്ചില്ല, നമ്മുടെ റാഷൻ മാത്രം വെച്ച് ആലോചിച്ചാൽ മനസ്സിലാകുന്നൊരു കാര്യമല്ല. അതുകൊണ്ട് ആ നിലക്ക് ഈ പറയുന്ന മനുഷ്യസ്വത്വം എന്ന് പറയുന്ന ആ ഒരു സംഗതി, അതിനെക്കുറിച്ചുള്ള ഭാവനകൾ, അതേക്കുറിച്ചുള്ള വലിയ ചിന്തകൾ ഉണ്ടാക്കുന്നൊരു കാര്യമാണ്.
നിശ്ചയമായിട്ടും അതിൽ പങ്കാളികളായിട്ടുള്ള അതിനുവേണ്ടി പരിഹാസം കേട്ടിട്ടുള്ള ആളുകളെല്ലാം ഈ സമയം അഭിവാദനങ്ങൾ അർഹിക്കുന്നുണ്ട്. വ്യക്തിപരമായി എനിക്ക് ഉള്ള ചെറിയ വിഷമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആദ്യ സന്ദർഭങ്ങളിൽ ഈ മനാഫ് എന്ന് പറയുന്ന മനുഷ്യൻ എന്നെ കാണാൻ വേണ്ടി ഇവിടെ വന്നിരുന്നു. അപ്പോൾ നേരത്തെ വിളിച്ച് പറഞ്ഞിട്ടൊന്നും വന്നതല്ല, പക്ഷേ ഇവിടെ വന്നു എന്നെ റിസപ്ഷനിൽ നിന്ന് വിളിക്കുന്നു, ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട് കാണണമെന്ന് പറയും. ഞാനാണെങ്കിൽ ആ ദിവസം ബാക്ക് ടു ബാക്ക് മീറ്റിങ്ങുള്ളൊരു ദിവസമായിരുന്നു. പുള്ളി ഞാൻ റിസപ്ഷനിൽ പറഞ്ഞു ഫോണിൽ സംസാരിച്ചാൽ പോരാ, ഞാൻ പിന്നെ സംസാരിച്ചോളാം, നമ്പർ മേടിച്ച് വെച്ചോളാം പറഞ്ഞു. പക്ഷേ പുള്ളി പോകുന്നില്ല. എനിക്കാണെങ്കിൽ പുറത്തിറങ്ങി അദ്ദേഹത്തെ മീറ്റ് ചെയ്യാൻ ഒരു സാവകാശമില്ലാത്തൊരു ദിവസമായിപ്പോൾ. അപ്പോൾ ഞാൻ ജിഷാറിനെ വിളിച്ച് പറഞ്ഞു നിങ്ങളൊന്ന് മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ജിഷാർ പോയി അദ്ദേഹമായിട്ട് സംസാരിച്ചു. അപ്പോൾ പുള്ളി വന്നത് എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 2 വിഷമങ്ങൾ പറയാനാണ്. ഒന്ന്, നമ്മുടെ ഒരു ഷോയിൽ ഇദ്ദേഹം എന്തോ അമിതമായ അമിത വികാര പ്രകടനം നടത്തുന്നു എന്തോന്നൊരു പരാമർശം വന്നുപോയി. അതിൽ പുള്ളിക്ക് വിഷമമുണ്ടായി. ആ വിഷമം പങ്കുവെക്കാനാണ് അദ്ദേഹം വന്നത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞവർ ഈ ഹെയ്റ്റ് ട്യൂബേഴ്സ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്വേഷ പ്രചാരണം, അത് അദ്ദേഹത്തെ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ചു. അപ്പോൾ ജിഷാർ പുള്ളിയോട് പറഞ്ഞത്ര നിങ്ങളതൊക്കെ എന്തിനാണ് നോക്കാൻ നിൽക്കുന്നത്? അപ്പോൾ അതേപോലെ ഞാനങ്ങനെ നോക്കാതിരിക്കും. ഒരു ദിവസം എൻ്റെ വാട്സപ്പിലേക്ക് എല്ലാവരും ഇതൊക്കെ അയച്ചുകൊണ്ടിരിക്കുകയല്ലേ, എനിക്കത് നോക്കണ്ടെന്ന് വിചാരിച്ചാലും നോക്കാതിരിക്കാൻ പറ്റാത്തത് എൻ്റെ ഇതിലേക്ക് ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ അദ്ദേഹത്തോട് ക്ഷമ ചോദിക്കുകയാണ് കാണാം ഈ സന്ദർഭം ഉപയോഗിച്ചിട്ട്. ഈ സമയത്ത് എനിക്ക് തോന്നുന്നത് സർക്കാരിന് ചെയ്യാവുന്ന, ഇപ്പോഴെങ്കിലും ചെയ്യാവുന്നൊരു കാര്യമുണ്ട്. ഈ ഹെയ്റ്റ് ട്യൂബേഴ്സ് ഉണ്ടല്ലോ, എന്തോരം വെറുപ്പാണ് പ്രചരിപ്പിച്ചത്. ആ മനുഷ്യർക്കെതിരെ എന്തെങ്കിലും ഒരു നിയമ നടപടി സ്വീകരിക്കാൻ ഈ സന്ദർഭത്തിലെങ്കിലും സർക്കാർ സന്നദ്ധമാണെങ്കിൽ അത് അർജുനോടും മനാഫിനോടും ചെയ്യുന്നൊരു നീതിയായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. യെസ്, അപ്പോൾ അർജുൻ്റെ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുകയാണ്. ഒപ്പം കൂടെ നിന്ന ഈ വലിയ ദൗത്യത്തിൻ്റെ ഭാഗമായ എല്ലാ മനുഷ്യരെയും ഓർക്കുകയാണ്. ഈ ഒരു സംഭവം കൊണ്ടുണ്ടായ നല്ല പാഠങ്ങൾ, അതായത് ചേർത്ത് നിർത്തലിൻ്റെ, സൗഹൃദത്തിൻ്റെ, മനുഷ്യത്വത്തിൻ്റെയൊക്കെ നല്ല പാഠങ്ങളെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ.